ഞാൻ ഇന്ന് സുബഹിക്കും ബഹുമാനപ്പെട്ട പേരുടെ സ്ഥാനം വേണ്ടി പ്രത്യേകം ദ്വാരുന്നു. സ്ഥാനം ഒന്ന് പോയി നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പോകണം. സത്യം പറഞ്ഞല്ലേ, ഉസ്താദിൻ്റെയൊക്കെ ആ ഒരു മുൻകൂട്ടിയുള്ള കാലേക്കൂട്ടിയുള്ള തീരുമാനങ്ങൾ, ഡിസിഷനുകളൊക്കെയാണ് ശരിയെന്ന് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വെറുതെ ഒരു പൊയ്വാക്ക് പറയുകയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും സംപ്രീതി നേടാൻ വേണ്ടി പറയുന്നതുമല്ല. ഈ നൗഷാദൊക്കെ നിരന്തരമായി പീരിയഡ്സിൻ്റെ വേട്ടയാടുന്ന സമയത്തെ നമ്മുടെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന പല മുസ്ലിയാക്കന്മാർ ഇഷ്കാലിലായിപ്പോയി. അപ്പോഴും ഞാൻ പറയും, ഇതിന് അപ്പുറത്തൊരു വശമുണ്ട് എന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ത്വരീഖത്തിൻ്റെ വിഷയം വരുമ്പം ഈ ത്വരീഖത്തിനെ ഇവർ എതിർക്കുന്നത് ത്വരീഖത്ത് എന്ന അടിസ്ഥാനപരമായ ഒരു മത്ലൂബ് ശാശ്വതമായ ഈമാനിലേക്ക് എത്താൻ അല്ലെങ്കിൽ റബ്ബിലേക്ക് അടുക്കാനുള്ളൊരു വഴി അവർ നിഷേധിക്കുന്നതുകൊണ്ടല്ല. മിക്കവാറും കള്ള ത്വരീഖത്തുകളുടെയൊക്കെ ആത്യന്തികമായി അവരെത്തിച്ചേരുന്നത് തനിച്ച വലാലത്തിലായിരിക്കും. എന്തെല്ലാം തരത്തിൽ ഇപ്പോൾ കളന്തോട് ത്വരീഖത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഒരു 15-16 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. എൻ്റെ അന്ന് CD ഉണ്ടായിരുന്നു, ആത്മീയത വിവാദവും വസ്തുതയും. അന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് കളന്തോട് ത്വരീഖത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ കളന്തോട് ത്വരീഖത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ മാറിയ ഒരാൾ എന്നോട് പറഞ്ഞെന്നറിയോ, തുണി ഉടുത്തില്ലെങ്കിൽ വരെ കുഴപ്പമില്ലെന്നാണ് പറയുക. തുണി ഉടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നിസ്കാരമൊന്നും വേണ്ട, അങ്ങനെ തുടങ്ങിയിട്ട് തനിച്ച ഒരു മുർത്തതായ ജീവിതത്തിലേക്കാണ് ഇവർ നമ്മളെയൊക്കെ ക്ഷണിക്കുന്നത്. അല്ലെങ്കിൽ ഇവരൊരു സർവ്വമത സത്യവാദിയായിട്ട് നന്മ ചെയ്താൽ മതി അള്ളാഹ് പരിഗണിച്ചോളൂ എന്ന് പറയുന്ന സർവ്വമത സത്യവാദത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ തുടങ്ങി തനിച്ച വലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. ഇപ്പം തന്നെ നൗഷാദ് എന്നാലോചിച്ച് നോക്കി. നമ്മൾ ഈ മ്യൂസിക്കും മറ്റുമൊക്കെ സുന്നികളെ സംബന്ധിച്ചോളം വളരെ വർജ്യമായി അവർ കൊണ്ട് നടന്നു. അതനുസരിച്ച് ഉമ്മത്തിന് ഗുണമുണ്ട്. കോലാഹലങ്ങളും ബഹളങ്ങളും ഇതിൽ ഇപ്പോൾ അവരൊക്കെ കാണിക്കുന്ന കാട്ടായം കണ്ടില്ലേ. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ ഇനി ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ കുഴപ്പമില്ല, അതിങ്ങനെ അതിന് ചെറിയ വജുഹൊക്കെ കുഴപ്പമില്ല എന്നുള്ള വജുഹ് പറഞ്ഞാൽ പോലും ഇത് തിരസ്കരിക്കുന്നതുകൊണ്ട് ഉമ്മത്തിന് ഹൈറുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ അതിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയത് ഉമ്മത്തിന് ഉപകാരപ്പെട്ടേ ഉള്ളൂ. ഇപ്പോൾ നോക്കി പലതും ഹലാലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹലാൽ എവിടെ കൊണ്ട് അവസാനിക്കും? ഇത് ഇസ്ലാം നെസ്സായിട്ട് പറഞ്ഞ പല തെമ്മാടിത്തരങ്ങളും ഇനി അവർ എന്ത് ചെയ്യും, ശരിയാക്കാൻ വേണ്ടി പല വജുഹുകൾ കൊണ്ടുവരും. അപ്പം ഈ ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർക്ക് പിന്നിൽ നമ്മൾ പാറ പോലെ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ ഹൈർ.